നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കേരളക്കരയാകെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകത്തിൻ്റെ ന്യൂസ് എല്ലാവരും പുറത്തറിയുന്നത്. ഒരു വീട്ടിലെ 5 പേരെയാണ് അഫാൻ എന്ന് പറയുന്ന യുവാവ് കൊല്ലുവാൻ ശ്രമിച്ചത്. അതിൽ മാതാവ് രക്ഷപ്പെട്ടു. അതിൽ 4 പേര് മരിക്കുകയുണ്ടായി. കൂടാണ്ട് അഫാൻ്റെ കാമുകിയെ കൂടി അഫാൻ വധിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങൾ ഇപ്പോൾ കേരളക്കരയിൽ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം കേരളത്തിലെ കുട്ടികളൊക്കെയും എങ്ങോട്ടാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണെന്നൊരു എത്തുംപിടിയില്ല. എല്ലാ കുട്ടികളും ലഹരിക്ക് പിന്നാലെയാണ്. ലഹരിയുടെ ഒരു സ്വാധീനം സ്കൂൾ തലം തൊട്ടേ കുട്ടികളിൽ വരുന്നുണ്ട്. അതിനുദാഹരണം തന്നെയാണ് ഇന്ന് സ്കൂളുകളിൽ പോലും റാഗിങ്ങിൻ്റെ പേരിൽ നിരവധി പീഡനങ്ങൾ അരങ്ങേറുന്നതും കുട്ടികൾ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ റാഗിങ്ങിൻ്റെ പേരിൽ കൊലപാതകത്തിൽ കലാശിക്കുന്നതും അത് സൂയിസൈഡിലേക്ക് നയിക്കുന്നതുമൊക്കെ ഈ ഒരു ലഹരിയുടെ ഭവിഷ്യത്ത് തന്നെയാണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അതായത് നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മരണം ഇതുപോലെ തന്നെ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായതായിരുന്നു. ആ ഒരു മരണം എന്തു തന്നെയാണ് ഈ ഒരു ലഹരിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ ഇഷ്യൂസ് തന്നെയായിരുന്നു. ലഹരിയുടെ ഉപയോഗം തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ റാഗ് ചെയ്യാനും ഇത്തരം കുട്ടികളെ റാഗ് ചെയ്യാനും അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാനും തുടർന്ന് കുട്ടികൾ സൂയിസൈഡ് ചെയ്യാനൊക്കെ ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വെള്ളറടയിൽ നടന്ന പിതാവിനെ കൊന്നു. ഒരു മകൻ പിതാവിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ വളർന്നു വരുന്ന, അതായത് സ്കൂൾ തലത്തിൽ മുതൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെയും ഇത്തരത്തിൽ ഒരു പൈശാചികമായ രീതിയിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസിൻ്റെ ഒപ്പം കഴിയുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്കൂളുകളിലാണ്. സ്കൂളുകളിൽ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അധികാരം ഇപ്പോൾ ഇല്ല. കുട്ടികളെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ടീച്ചേഴ്സിന് ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഇനി അഥവാ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അധ്യാപകരെ ഉപദ്രവിക്കലായി, ഇനി അതല്ല കൊന്നുകളയുന്ന ഭീഷണിയായി എന്ന രീതിയിലേക്കൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മൂലകാരണമെന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഏത് വിധേനയും കുട്ടികളിലേക്ക് എത്തുവാനുള്ള എല്ലാ വിധത്തിലുള്ള സോഴ്സസും ഉണ്ട്. മിഠായിയുടെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊടിയുടെ രൂപത്തിലാണെങ്കിലും ഏത് വിധേനയും കുട്ടികളുടെ എത്തുവാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളിലേക്ക് ഇത് എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ വളർന്നു വരും തോറും എന്തായിക്കോളും, അവരിതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിലായിക്കോളും. ഇത് ലഹരി മാഫിയയുടെ ഒരു കളിയാണ്. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുകളെ നമ്മൾ പറഞ്ഞ് തിരുത്താൻ ഉള്ളൊരു കടമ എന്ന് പറയുന്നത് അത് അധ്യാപകർക്കും അതുപോലെ പേരൻസിനും ഉള്ളതാണ്. അല്ലെങ്കിൽ പേരൻസ് എൻ്റെ കുട്ടിയോട് തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായാലും എന്ത് ചെയ്യത്തില്ല, എൻ്റെ കുട്ടി ആ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കില്ല, എൻ്റെ കുട്ടി ആ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നത് ഒരു നല്ല മാതാപിതാക്കൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. തങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ തെറ്റിനെ തിരുത്താനുള്ള പ്രാഥമികമായ കടമ ഓരോരോ പേരൻസിനും ഉണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അഫാനെ പോലുള്ള നിരവധി യുവാക്കൾ ഇവിടെ വളർന്നു വരും. അത് ശരിക്കും ആർക്കാണ് അതിൻ്റെ ഒരു നഷ്ടം ഉണ്ടാവുക? നമുക്ക് തന്നെയാണ്, നമ്മുടെ നാടിന് തന്നെയാണ് അത്തരത്തിലൊരു മൂല്യച്യുതി സംഭവിക്കുക. ഒരു നന്മയുടെ ലോകത്തിൽ നിന്ന് തിന്മയുടെ ലോകത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അവർക്കറിയില്ല, അതായത് അവരൊരു കാര്യം ചെയ്യുമ്പോൾ അവരതെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധമില്ല.
കാരണം എന്തുകൊണ്ടാണ് അവർ ഈ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ അവർക്കൊന്നും തോന്നുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ അവരുടെ ഭാഗം അതാണ് ഇവരുടെ ശരി. പേരൻസിന്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതെ വന്നാൽ അത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം കുട്ടികൾക്ക് തങ്ങളുടെ പാരൻസുമായിട്ട് അത് അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കഴിയണം. അത്തരത്തിൽ കഴിയാതെ വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ള കൂട്ടുകെട്ടുകളിലേക്ക് പോകും. അത്തരം കൂട്ടുകെട്ടുകൾ ഒരിക്കലും നല്ലതായിരിക്കണം എന്നില്ല, അല്ലേ? ഒരുപക്ഷെ ഇത്തരത്തിൽ ലഹരി മാഫിയകളാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലെന്താണ് ഇപ്പോൾ കുഞ്ഞു കുട്ടികളെ തന്നെ ഒരുപാട് ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, അല്ലേ? അവരെ ഒരു മിസ്യൂസ് ചെയ്യും, അതവരുടെ ലൈഫിനെ മാറ്റിമറിക്കും. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗികമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ട പല കുട്ടികളും അവരുടെ സ്വഭാവത്തിൽ വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. അതായത് അവർ വളർന്നു വരുന്നതനുസരിച്ചിട്ട് അവരുടെ ഒരു ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇത്തരത്തിൽ കുട്ടികളെ ഒരുപാട് രീതിയിൽ നമ്മുടെ സൊസൈറ്റി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്കൂൾ ഓഫ് മെഡിസിൻസ് കോട്ടയത്തെ SMV സ്കൂളിൽ SMV സ്കൂളിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്കല്ലേ നടന്ന റാഗിങ് അതായത് സ്വന്തം നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയാണ് ഇത്തരത്തിൽ റാഗ് ചെയ്യുന്നത്. അതായത് വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണൊരു കുട്ടിക്ക് സാധിക്കുക? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ ഭയങ്കര പേടിയാണ്. എൻ്റെ സഹോദരിക്ക് 3 ആൺകുട്ടികളാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതായത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വഴക്ക് പറയാൻ പേടിയാണ്. അതായത് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാൽ, ഇനി നമ്മൾ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഭയപ്പെടണം. കാരണം നമ്മൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ ഏത് രീതിയിൽ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളോട് സമീപിക്കുക എന്നൊക്കെ പറയാൻ കഴിയില്ല. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു മനോനില മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയെ, അതിപ്പം എൻ്റേതാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ആകട്ടെ, നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതിൽ നമ്മൾക്ക് ഒരുപാട് പങ്കുണ്ട്. നമ്മുടെ സൊസൈറ്റിക്കും ഞാനും നിങ്ങളും അടങ്ങിയ സൊസൈറ്റിക്ക് ഒരുപാട് പങ്കുണ്ട്. നമ്മുടെ മക്കളെ ഈ ലഹരി മാഫിയയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റുള്ള ലഹരിയുടെ ആ പൈശാചികമായിട്ടുള്ള ലോകത്തേക്കും പറഞ്ഞു വിടാതെ അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അത് വെക്കാൻ കഴിയേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇത്രയും പറയാനുണ്ട്.